രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഷാറ്റേഡായിരുന്നു, നിലം പരിശായിരുന്നു അമേരിക്ക. ആ അമേരിക്ക ഒരു 2 പതിറ്റാണ്ട് കൊണ്ടാണ് ലോകത്തെ ഒന്നാമത്തെ GDP. അത്ര കഠിനാധ്വാനികളായിരുന്നു അമേരിക്കൻസ്. T കൊണ്ട് ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കുമെന്നാണ്. ഏതാണ് 5 T? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഈ ട്രഡീഷൻ മാത്രമാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ഒട്ടും ശോഭോദർക്കമല്ല. ഇങ്ങനെ പോയാൽ കേരളത്തെ അടുത്ത ഗവൺമെൻറ് UDF ആണെങ്കിലും തലവേദനയാണ്. ഈ LDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നതും പ്ലാനിംഗ് ബോർഡ് ഭരിക്കുന്നതും സഖാക്കളാണ്. ഈ ജോർജ് വാഷിങ്ടണിൽ നമ്മൾ ഡൊണാൾഡ് ട്രംപിലേക്ക് എത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് അമേരിക്കക്കാർക്ക് നേട്ടമാണോ? എന്താ സംഭവിക്കുന്നത്? അയ്യോ, അമേരിക്കയെ കൊന്നു കുഴിച്ചു മൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എലൺ മസ്കിന് ശകലം ബുദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ സത്യം പറഞ്ഞ സയൻറ്റിഫിക് നോളജ് മാത്രമല്ല, ഈ പ്രാക്ടിക്കൽ വിസ്റ്റവും കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഞാനും പോകും, ഞാനും കത്തും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് അദ്ദേഹം ഇടഞ്ഞു മാറിയത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇക്കണോമിക് എഫിഷ്യൻസിയുടെ ഒരു കേന്ദ്രം ഉണ്ടാക്കി അതിൻ്റെ ചീഫായിട്ട് എലൺ മസ്കിനെ വെച്ചപ്പോൾ ഞാനൊക്കെ സത്യത്തിൽ വിചാരിച്ചു അമേരിക്ക ശരിക്കും നന്നാ. കാരണം അമേരിക്കയുടെ ചരിത്രം അങ്ങനെയാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഷാറ്റേഡായിരുന്നു, നിലം പരിശായിരുന്നു അമേരിക്ക. ആ അമേരിക്ക ഒരു 2 പതിറ്റാണ്ട് കൊണ്ടാണ് ലോകത്തെ ഒന്നാമത്തെ GDP. അത്ര കഠിനാധ്വാനികളായിരുന്നു അമേരിക്കൻസ്. ആ അമേരിക്കയുടെ ഭരണകർത്താക്കളിൽ ഏറ്റവും ശുഷ്കൻ, ഏറ്റവും അതായത് എന്താ പറയുക, എനിക്ക് അയാളുടെ പറയാനൊരു ഡമ്പൻ, വെറും ഒരു ഡമ്പുകാരനാണ് ട്രംപ്. ആ ഡമ്പുകാരനാണ് ഇതാ പറയപ്പെട്ട ആഗോള തലത്തിലുള്ള പിന്നെ ട്രേഡ് വാർ തന്നെ, വ്യാപാര യുദ്ധം എല്ലാ രാജ്യങ്ങളെയും എത്ര ബുദ്ധിമുട്ടിച്ചു എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് അയാൾ പറഞ്ഞത് ഇന്ത്യയുടെ പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ട്രംപ് ഇടപെട്ടാന്ന്. ഇന്നലെയും പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു നോ എന്ന്. വിടുവായത്തം എന്ന് വേണം പറയാൻ. ഇനി ആരുടെ വിടുവായത്തമാണെന്നും പറയാനൊക്കത്തില്ല കേട്ടോ. ഞാൻ വേറെ ചില വിടുവായന്മാരെയും കാണും, മനസ്സിലായി. അപ്പോൾ എന്തായാലും ട്രംപ് പറയണത് വിടുവായത്തം ഒരുപാട് പറയും. അയാൾ പറയുന്നത് ഒന്നും പ്രാക്ടിക്കൽസ്. അപ്പോൾ അന്ന് ഈ ഗാസ ഇസ്രായേൽ വാർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണോ എന്നൊരു സംശയം തോന്നിയ അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു, ഇവൻ ഈ വിഡ്ഢി ഈ ട്രംപ് എലൺ മസ്കിൻ്റെ ഒപ്പം സ്പേസ് എക്സിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചോ, എന്നിട്ട് എല്ലാം തീർന്നു കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ചോ എന്ന് പോലും ഞാനൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഈ രണ്ടാമതും ട്രംപിന് ആദ്യം ഒരു പ്രാവശ്യം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നു, രണ്ടാമത് പരാജയപ്പെടുന്നു, മൂന്നാമത് അദ്ദേഹം വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരിക്കും? കാരണം വേറെ ഒന്നുമില്ല. എലൺ മസ്കിന് ഒത്തിരി പണം ഉണ്ടായിരുന്നു. ആ പണം മുടക്കി വേണ്ടതുപോലെ റീൽസും കാര്യങ്ങളും ഒക്കെ ഇറക്കി, ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതൊക്കെ ഇറക്കി ജനങ്ങളെ ഈ ഒന്നാമത് കുറച്ച് പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ അലസരും ഈ പറയപ്പെട്ട എക്കണോമിക് സിൻസ് ഒക്കെ ഈ മനുഷ്യരുടെയും തലയ്ക്ക് പിടിക്കും. അങ്ങനെ പിടിച്ചു വരുമ്പോൾ പിന്നെ ട്രംപ് ഈസ് ആൻ അമേരിക്കൻ, കുഴപ്പമില്ല എന്നങ്ങ് വിചാരിച്ച് അങ്ങനെയുള്ള കളികളും ഒക്കെ കാണും കേട്ടോ. അവിടെ മൈഗ്രൻസ് ഒത്തിരി ഉണ്ടല്ലോ. ഇന്ത്യക്കാർക്കൊക്കെ ട്രംപിനോട് ഭയങ്കര താല്പര്യമാണ് ആന്നാ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് പേടിയില്ലാത്തവർക്ക് താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ കാരണം എന്താണെന്ന് ആ വിഡ്ഢികളോട് തന്നെ ചോദിക്കണം. രാജ്യം നശിച്ചു പോട്ടെന്ന് ഈ മൈഗ്രന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ഇവരൊക്കെ ഈ ടെക്നോളജിയൊക്കെ പഠിച്ച് ചെന്നു. അപ്പോൾ ഈ ചിലരെയൊക്കെ അതായത് ശരിക്ക് എഫിഷ്യൻസി പ്രൂവ് ചെയ്തവരെ അമേരിക്ക തിരിച്ചുവിടില്ല. അമേരിക്ക അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കും. ആ ധൈര്യമുള്ളവരായിരിക്കാം ട്രംപിന് വോട്ട് ചെയ്യുകയും ട്രംപിനെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നത്. എന്തായാലും ട്രംപ് വരട്ടെ. ട്രംപ് വന്നാൽ ഈ മിടുക്കരെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. എന്നുവെച്ചാൽ അമേരിക്ക ഇത്രയും വലിയ അമേരിക്ക ടെക്നോളജിയിലൊക്കെ ഇത്രയും ആയിരിക്കുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യത്തു നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ കൊണ്ട് തന്നെയാണ്. ഏറ്റവും മിടുക്കര് IIT നിന്നും NIT നിന്നൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ IIM നിന്നൊക്കെ പഠിച്ച് പാസ്സാകുന്നവരൊക്കെയാണ് അമേരിക്കയിലേക്ക് അവരുടെ ടെക്നോളജിയും കഴിവുമായിട്ട് പോകും. അവർക്ക് എന്താ ഇന്ത്യയിൽ നിൽക്കാതെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള കാരണം? അത് ഇന്ത്യയോട് തന്നെ ചോദിക്കണം, നമ്മുടെ ഭരണകർത്താക്കളോട് ചോദിക്കണം. കാരണം ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെ ആദ്യത്തെ ബജറ്റ് പ്രസംഗത്തിൻ്റെ അന്ന് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചില്ല. പക്ഷേ ആ സമ്മേളനം തുടങ്ങുന്നതെന്ന് പറഞ്ഞത് 5 T കൊണ്ട് ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കുമെന്നാണ്. ഏതാണ് 5 T? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഈ ട്രഡീഷൻ മാത്രമാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ രാമ ടെമ്പിൾ അവിടെ വന്നത്. എല്ലാ
കാലുഷ്യങ്ങൾക്കുമിടയിൽ. ഇപ്പൊ UK ട്രേഡ് കരാറൊക്കെ ഒപ്പിടാൻ വേണ്ടി പോകുന്നുണ്ട്. ഒപ്പിട്ടു. പോയിട്ടുണ്ട്. ഞാൻ ഒരു ചർച്ച അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് പങ്കെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് വളരെ ദ്രോഹകരമായിട്ട് വരുന്നു. അതോ ഈ WTOയിൽ എന്ത് സംഭവിച്ചു, എന്ത് നിയമങ്ങൾ കൊണ്ടുവന്നുള്ളതിനെ പഠിക്കാത്ത അവരാണ് ഇതൊക്കെ പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. അതറിയാവുന്നവർക്ക് ഇത് പാടി പുകഴ്ത്താൻ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് ഇന്ത്യക്ക് പോലെയുള്ള ഒരു രാജ്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങൾ ആ ട്രീറ്റിലും ഉണ്ട്. ഈ എക്സ്പോർട്ടൊക്കെ വർദ്ധിക്കുമെന്നാണോ പറയുന്നത്? എന്നാ പറയുന്നത്. പക്ഷേ ഇമ്പോർട്ട് കൂടും എന്നുള്ളത് പറയുന്നില്ല. അതായത് ഈ 100% ഇരിക്കുന്നതിൻ്റെ 90% പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ഇമ്പോർട്ട്സ്? ഇങ്ങത് ഓടി വന്ന് പ്രളയം വരുന്നത് പോലെ വരില്ലേ? അങ്ങനെ പ്രളയം വരുമ്പോൾ വരുമ്പോൾ എവിടെയിരിക്കും നമ്മുടെ തൊഴിൽ സാധ്യതകൾ? നമ്മുടെ എക്സ്പോർട്ടിന് ഒരുപാട് നിബന്ധനകളും വെക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇങ്ങോട്ട് പ്രളയം പോലെ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ഉൽപ്പാദനം, ഇവിടുത്തെ ഉൽപ്പാദനം, തൊഴിൽ സൃഷ്ടി, ഇതൊക്കെ അതൊന്നും ഇവരാരും ചിന്തിക്കാതെയാ ട്രംപ് എനിക്ക് തോന്നുന്നില്ല ആഗോള തലത്തിൽ ഉള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങൾ മൂലം അദ്ദേഹം ടേം കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അയാളുടെ പോളിസീസൊക്കെ മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ എലൺ മസ്ക് പോയത് തന്നെ അയാൾക്കൊരു തിരിച്ചടിയാണ്. അതിൽ നിന്ന് അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു വിഡ്ഢിത്തമൊക്കെ വിളിച്ച് എപ്പോഴും പറയുന്നതുകൊണ്ടാണ് മസ്ക് എന്നെ കളഞ്ഞു പോയത്. മസ്കിനും തോന്നുന്നുണ്ടാവും, വലിയ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ GDP രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ കക്ഷിയാണ് ഞാൻ, അയാളുടെ അടുത്ത ഉപദേഷ്ടാവാണെന്ന് പറയുന്ന ആ മഹത്വം പുറത്തേക്ക് മാറിയില്ല. അതന്നെയല്ല, അയാൾക്ക് എതിരായിട്ട് പല കാര്യങ്ങൾ വരാനും തുടങ്ങി. ഇയാൾ ചെയ്യും, അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന പറഞ്ഞു എന്ന് വരെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇതൊക്കെ എങ്ങനെ മാറി മറിയും നമുക്കറിഞ്ഞൂടെ. എന്തായാലും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ഒട്ടും ശോഭോദർക്കമല്ല. ഇങ്ങനെ പോയാൽ കേരളത്തെ അടുത്ത ഗവൺമെൻറ് UDF ആണെങ്കിലും തലവേദനയാണ്. അതുമാത്രമല്ല, UDF ഗവൺമെൻറ് ഭരണത്തിൽ വന്ന് എത്ര നന്നായി ഭരിക്കാൻ തുടങ്ങിയാലും, അതായത് കാര്യമായ ഖജനാവുകൊണ്ട്, അത് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു വൈറ്റ് പേപ്പർ ഇറങ്ങിയിട്ടുണ്ട് 2002 ഇറക്കിയ ആ വൈറ്റ് പേപ്പറിൽ അദ്ദേഹം തന്നെ ഒറ്റ പൈസ പോലും ഇല്ലാത്ത ഖജനാവ് ആ തരത്തിലായിരുന്നു. അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്ലെയിൻ ടിക്കറ്റ് അതുപോലും നിഷേധിച്ചു എയറിൻ്റെ. എന്തുകൊണ്ടാണ്? ഒരു പൈസ കൊടുക്കാൻ ഖജനാവിൽ പണമില്ല. അദ്ദേഹം തന്നെ പൈസ അടയ്ക്കേണ്ടി വന്നു. അവസാനം ആ തരത്തിൽ ഇരുന്ന ഇൻപെക്യൂനിയസ് എന്നാണ്, എന്ന് വെച്ചാൽ നയാ പൈസ ഇല്ലെന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷനായിരുന്നു എന്നാണ് ആ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനേക്കാൾ മോശമായി ഇപ്പോഴത്തെ അവസ്ഥ. ഖജനാവിൽ പണമില്ലെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ മാസവും CB കണ്ടു കാണും, ബില്ലുകൾ ക്യൂ നിൽക്കുന്നു. ആൾക്കാരല്ല ബില്ലുകൾ, ലക്ഷക്കണക്കിന് ബില്ലുകൾ ക്യൂ നിൽക്കും. അപ്പോൾ അത് ഇംപെക്യൂനിയസ് ആയതുകൊണ്ടാണെന്ന് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഖജനാവിനെ കാര്യം മാറി കിട്ടിക്കഴിഞ്ഞാലും തലവേദനയായിരിക്കും. അത് തന്നെയല്ല, ആ തലവേദന ഇരട്ടിപ്പിക്കത്തക്കത്തിൽ നമ്മുടെ സഖാക്കൾ കളിക്കും. അവർ സ്വൈര്യം കൊടുക്കില്ല. സമരങ്ങൾ, ഹർത്താൽ. ഇത് ഒറ്റ ചോദ്യം കൊണ്ട് ചോദിച്ചാൽ ഒരു കാര്യം കൊണ്ട്, കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിനെ പറ്റി പറഞ്ഞു. ഒരു ദിവസം ഹർത്താൽ നടത്തി അത് ബന്ദായി മാറിയാൽ കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നോക്കാം. സർക്കാർ ജീവനക്കാർ പണി മുടക്കിയാൽ ഡയസ് നോൺ ആക്കണം. അത് കോടതിയുടെ ഉത്തരവാണ്. പക്ഷെ ഇവിടെ ആക്കില്ല. കാരണം ഈ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നവരൊക്കെ പണി മുടക്കുന്നവർ സർക്കാരിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഡയസ് നോൺ ആക്കില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു ദിവസം ഹർത്താൽ സംസ്ഥാനത്തിന് നഷ്ടം 2117.5 കോടി. ഇത് ഏത് വർഷം? 2021 ഞാൻ കുറിച്ചിട്ടേക്കണം കണക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018-19 9 ഹർത്താൽ സംസ്ഥാന തലത്തിൽ നടത്തി. അതൊക്കെ ബന്ദായി മാറി. അതുപോലെ 2 ദേശീയ ഹർത്താൽ നടത്തി. 9-2 11 ബന്ദിൻ്റെ ഇമ്പാക്റ്റാണ് അന്ന് കേരളത്തിലുണ്ടായത്. അതിൻ്റെ ഒക്കെ ഫലമായിട്ട് എത്ര കോടി രൂപ പോയെന്നാണ് ഈ എല്ലാ ഹർത്താലിൻ്റെയും കൂടി കണക്ക് കൂട്ടി നോക്കി. അതായത് ഒരു ദിവസത്തെ ശമ്പളമായിട്ട് തന്നെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ടത് 90.40 കോടിയാണ് സർക്കാർ ജീവനക്കാർക്ക്. പിന്നെ എയ്ഡഡ് സെക്ടർ നമുക്കൊരു വലിയ തലവേദനയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എയ്ഡഡ് സെക്ടർ തലവേദന എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. എയ്ഡഡ് സെക്ടർ ഉള്ളത് കൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലൊക്കെ നമ്മൾ 1-ാം സ്ഥാനത്ത്, അതായത് എഡ്യൂക്കേഷനിൽ 1-ാം സ്ഥാനത്തായത്. ഉള്ള നല്ല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ പിന്നെ എയ്ഡഡ് സെക്ടറാണ്. പക്ഷേ അതുകൊണ്ട് ലക്ഷങ്ങളോ കോടിയോ കൈക്കൂലി വാങ്ങി പിന്നെ ഡൊണേഷൻ മേടിച്ച് അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ട് എല്ലാം സർക്കാരിനെ കൊണ്ടു കൊടുക്കും. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, അവർ ഡൊണേഷൻ മേടിക്കുന്നത് സ്കൂൾ കെട്ടിടം പണിയാനാണെന്നാണ് എന്നാ പറയുന്നത്. പക്ഷെ അത്രയും കെട്ടിടങ്ങളുണ്ടോ? ഇന്നാൾ നമ്മൾ കണ്ടില്ലേ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കൂടെ ഇത് പോയത്.
അതുപോലെ അതുപോലെ എനിക്കത് ഞാൻ CBI അതിനോട് എതിരായിരിക്കും. ഞാനും ഒരു ക്രിസ്ത്യനാണ്, പക്ഷെ ഞാൻ ഇത്തരം പ്രാക്ടീസിനോട് എപ്പോഴും ശക്തമായിട്ട് എതിരാണ്. അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപ വരെ ഡൊണേഷൻ മേടിക്കുന്ന എയ്ഡഡ് മാനേജ്മെന്റുകളുണ്ട് കോളേജ്. എന്നിട്ട് അവരുടെ മുഴുവൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നവരെ പെൻഷൻ അടക്കം കൊടുക്കുന്നത് സർക്കാരാണ്. എന്നിട്ടോ ഈ ഡൊണേഷൻ മേടിച്ചിട്ട് അവർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? പിൻവാതിൽ നിയമനം പോലെ. തീർച്ചയായിട്ടും. അതായത് അവരുടെ കമ്മ്യൂണിറ്റി കോർപ്പറേറ്റ് മാനേജ്മെന്റ് കത്തോലിക്ക സഭയുടെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള കോർപ്പറേറ്റ് പൈസ കൊടുക്കാൻ പറ്റുന്നവരും അതോടൊപ്പം തന്നെ അവിടുത്തെ വൈദികരുടെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് കിട്ടുക. അതാണ് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്കാണ്. മറിച്ച് ഇപ്പം ഞാനൊക്കെ ഇത്രയും ശക്തിയായിട്ട് പറയുന്നെങ്കിൽ എനിക്ക് മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ വിമലയിൽ ഞാൻ ജോലി കയറി എന്ന് പറഞ്ഞു, അത് കളഞ്ഞിട്ട് ഞാൻ പോകുന്നത് എന്താണ്? എനിക്ക് ഗവൺമെൻറ് സർവീസ് PSC വഴി കിട്ടി, നല്ല റാങ്ക് കിട്ടി, PSC ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് വന്നത് എനിക്ക് തൻ്റെ ഇടം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ധൈര്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പം കഴിവുള്ളവർ PSC വഴി വന്നവർ ആയിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം പക്ഷെ PSC വഴിയല്ല, ഗവൺമെൻറ്റിൽ ഒരുപാട് പേര് പിൻവാതിൽ. അതിൻ്റെയും കൂടി ഞാൻ പറഞ്ഞേക്കാം. ഈ ഗവൺമെൻറ്റിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചത്. ഭരണപരിഷ്കാര കമ്മീഷനെ പറ്റി ഒരു ചോദ്യം അസംബ്ലിയിൽ ഉന്നയിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ആ വാതിലടയ്ക്കൂ. ഭരണപരിഷ്കാര കമ്മീഷൻ ഗവൺമെന്റിനോട് അവരുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടതാണ്, ആ വാതിൽ അടയ്ക്കൂ. ഏത് വാതില്? പിൻവാതിൽ നിയമനം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പിൻവാതിൽ നിയമനമേ നടന്നിട്ടുള്ളൂ. അവർ ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കുറച്ചെങ്കിലും കൊള്ളാവുന്നവരെയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലും ഇല്ലാതെ കാല് പിടിച്ച് നടക്കുന്നവരെയാണ്, സഞ്ചി തൂക്കി പുറകെ നടക്കുന്നവരെയാണ് എടുക്കുക. എനിക്ക് തോന്നുന്നു ഈ പിൻവാതിൽ നിയമനമാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ എഫിഷ്യൻസി ഇല്ലാതെയാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട അത്തരക്കാർ തലപ്പത്ത് വരും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും IAS പോലും അത്തരക്കാരോട് എതിർത്ത് സംസാരിക്കുക. അതായത് എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ LDFിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വനിതകൾ, ഈ LDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നതും പ്ലാനിംഗ് ബോർഡ് ഭരിക്കുന്നതും സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതായത് ഇപ്പോൾ വളരെ നല്ല പൊസിഷൻസിൽ ഇരിക്കുന്ന ചിലരുടെ ബന്ധുക്കൾ തന്നെയാണ് എന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതങ്ങ് ചെന്ന് നോക്കി അറിയാം, സെക്രട്ടേറിയറ്റിലേക്ക് ഒന്ന് ചെന്ന് കയറി അറിയാം. അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ എയ്ഡഡ് സ്കൂളുകളുടെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതിനെ ഒരു പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമുകൾ ഇഷ്ടംപോലെ സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ മേൽ സർക്കാരിനും കൂടി ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തണം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ CBI എന്താ കാരണം എന്ന് വെച്ചാൽ, സർക്കാർ എവിടെ ചെന്നാലും അതിൻ്റെ ഒപ്പം ഇന്നെഫിഷ്യൻസിയും ചെല്ലും. സർക്കാരിൻ്റെ കുറേ ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസും കൈകടത്തലുകളും ഒക്കെ കാണുമല്ലോ. ഇപ്പം മാനേജ്മെൻറ്റിന് പ്രിയപ്പെട്ടവരെ മാത്രം പണം മേടിച്ചു, അപ്പോൾ ഗവൺമെൻറ്റിന് പ്രിയപ്പെട്ടവരെയും കൂടി പണം മേടിച്ച് അവിടെ കൊണ്ടുവന്ന് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി കുറച്ചും കൂടി കുറയാനാണ് സാധ്യത. അപ്പോൾ അവർക്ക് ഓട്ടോണമി കൊടുക്കണം, പക്ഷേ അവരെ നിയന്ത്രിക്കുകയും വേണം. ഓട്ടോണമി കൊടുത്തത് കൊണ്ട് ചുമ്മാ, അതായത് ഇപ്പോൾ ഉള്ള ആ എയ്ഡഡ് സെക്ടറിന് ഇപ്പോൾ കൊടുക്കുന്ന ശമ്പളാനുകൂല്യവും പെൻഷനും എല്ലാം കൊടുത്തോട്ടെ, പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാൻ എന്നുള്ള ചില ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതിനപ്പുറം പോകരുത്, ഇങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ ചില ചട്ടങ്ങളും ഒക്കെ വേണം. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല, മോണിറ്ററിംഗ് ഇല്ല. അത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. അത് തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയത്തിന്റെ കുറവ് മൂലവും മേഡത്തിന്റെ തിരക്ക് കാരണവും നമ്മൾ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് ഈ ഇന്റർവ്യൂവിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് സ്നേഹത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.